എഴുത്തച്ഛൻ്റെ മഹാഭാരതത്തിലെ കാട്ടുതീയിൽപ്പെട്ട കുടുംബം. അരണ്യം തന്നിൽ പിടിപെട്ടിതു വന്യദേവൻ, കരഞ്ഞു തുടങ്ങിനാൾ ജരിത താനുമപ്പോൾ. നിർഗുണനായ പിതാവിവറ്റെയുപേക്ഷിച്ചാൽ ദുഃഖിക്കുമാറായി ഞാൻ പൈതങ്ങളിവരോടും. പറക്ക പോകാതെയും വന്നിതു ബാലന്മാർക്കു നിരക്കെ പിടിപെട്ടു വനത്തിലഗ്നി താനും. ഞാനിനി ഇവറ്റയെന്നോർത്തുതൻ തമ്പുരാനെ, കാനനത്തിങ്കലഗ്നി പിടിച്ചു നാലുപാടും. ഇങ്ങനെ കരയുമ്പോൾ പൈതങ്ങളുര ചെയ്താർ, എങ്ങാനും പോയിക്കൊൾകമ്മേ നീ കൂടെ മരിക്കേണ്ട. ഞങ്ങൾ ചാകിലോ പിന്നെ പെറ്റു സന്തതിയുണ്ടാം, എങ്ങനെയുണ്ടാകുന്നു നീ കൂടെ മരിക്കിലോ. ഞങ്ങളെ സ്നേഹിച്ചു നീ സന്താനം മുടിക്കേണ്ട, മംഗലം വന്നു കൂടും പിന്നെയുമെന്നേ വരൂ. എന്നതു കേട്ടു പറഞ്ഞിടിനാൾ ജരിതയും, എന്നുടെ പൈതങ്ങളെ നിങ്ങളുമൊന്നു വേണം. ഇക്കണ്ട മരത്തിൻ കീഴുണ്ടെലി മടയതിൽ പൂക്കുകൊള്ളുവിൻ നിങ്ങൾ, എന്നാൽ ഞാനൊന്നു ചെയ്വാൻ. ഉഴികൊണ്ടതിൻ മുഖം മൂടിവയ്ക്കയും ചെയ്യാം, ഉഴിതൻ താഴെത്തിയും തട്ടുകയില്ലയല്ലോ. കിഴപ്പോയി കിടന്നു കൊണ്ടിടുവിൻ തീയാറിയാൽ, പുഴിയും നീക്കിക്കൊണ്ട് പോന്നുകൊള്ളുവനല്ലോ. പൈതങ്ങളതു കേട്ടു മാതാവോടുര ചെയ്താർ, പൈതാഹമോടുമേവുന്നെലിയുണ്ടതിലമ്മേ. പറപ്പാൻ ചിറകില്ല നടപ്പാനില്ല കാലും, ഇറച്ചി കണ്ടാലെലി പിടിച്ചു തിന്നുമല്ലോ. ജന്തുക്കൾ ഭക്ഷിച്ചിട്ടു മരിക്കുന്നതിൽ ഭേദം, വെന്തു ചാകുന്നതത്രേ ഗതിയെന്നറിഞ്ഞാലും. എന്നതു കേട്ട നേരം വന്നൊരു ശോകത്തോടെ, തന്നുടെ പൈതങ്ങളെ നോക്കിയും കരഞ്ഞിട്ടും. പിന്നെ താൻ പറക്കയും മറിഞ്ഞു നോക്കുകയും, എന്നുടെ കർമ്മമെന്നു കൽപ്പിച്ചു പോയളവൾ.